മാധവിയമ്മയുടെ വീട്. കഥാരചന ശ്രീമതി ഡാലിയ വിജയകുമാർ. ആഖ്യാനം സിജിമോൾ സജീവൻ. കുന്നിൻമുകളിലെ കൃഷ്ണന്റെ അമ്പലത്തിന്റെ പുറകുവശത്ത് കൂടിയുള്ള വഴി ചെന്ന് നിൽക്കുന്നത് 2 വീടുകളുടെ പറമ്പിന്റെ അതിരിലാണ്. അത് പിന്നെ താഴേക്ക് ഇറങ്ങിപ്പോകുന്നത് വീതി കുറഞ്ഞ ഒരു ഇടവഴിയായാണ്. ആ ഇടവഴി 2 പറമ്പുകളുടെ ഇടയിലൂടെ കുന്നിറങ്ങി പോകുന്നു. അതിൻ്റെ ഒരു കൈവഴി ചെന്ന് നിൽക്കുന്നത് മാധവിയമ്മയുടെ വീടിൻ്റെ മുറ്റത്താണ്. മാധവിയമ്മ മരിച്ചിട്ട് 3 വർഷം കഴിഞ്ഞിരിക്കുന്നു. മക്കൾ 3 പേരും പട്ടണത്തിൽ ജോലി ചെയ്യുന്നതിനാൽ അവിടെ തന്നെയാണ് സ്ഥിരതാമസവും. അതുകൊണ്ട് വീടിവിടെ തനിച്ചാണ്. വീടെന്നും അതിരാവിലെ ഉണരും. ചെയ്യാനൊന്നുമില്ലെങ്കിലും അതിരാവിലെ ഉണരണമെന്നത് മാധവിയമ്മയ്ക്ക് നിർബന്ധമായിരുന്നു. അതുതന്നെ വീടിനും ശീലമായി. വിശാലമായ മുറ്റവും വരാന്തകളും അടുക്കളത്തളവും ചാർത്തുകളുമെല്ലാം വീടിന് വല്ലാത്തൊരു ഭംഗി നൽകിയിരുന്നു. ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്ന കൂട്ടുകുടുംബമായിരുന്നപ്പോഴും മാധവിയമ്മയും ഭർത്താവും കുട്ടികളും മാത്രമായിരുന്നപ്പോഴും വീടെപ്പോഴും തിരക്കിലായിരുന്നു. അടുക്കളയിൽ നിന്നും പിന്നാമ്പുറത്തെ തൊഴുത്തിൽ നിന്നുമൊക്കെ കേൾക്കുന്ന അമ്മയുടെ ചിരിയും സംസാരവും, ഉമ്മറത്തു നിന്നുയരുന്ന അച്ഛൻ്റെ ശാന്തഗംഭീരമായ സ്വരവും, ഉൾമുറികളിലെ കുട്ടികളുടെ കലമ്പലും വീടിനെ സദാ മുഖരിതമാക്കി. ഓർമ്മകളിൽ മുങ്ങി വീടൊരു നിമിഷം നിന്നു. മാധവിയമ്മ മരിച്ചതിൻ്റെ പിറ്റേ മാസം മുതൽ മക്കൾ വീട് വിൽക്കാൻ ശ്രമിക്കുന്നതാണ്. ഒന്നും ഒത്തുവരുന്നില്ല. മാധവിയമ്മ ഉണ്ടായിരുന്നപ്പോഴും മക്കൾക്ക് ഈ വീട് വിൽക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. മക്കൾക്ക് എല്ലാവർക്കും ദൂരെ പട്ടണത്തിൽ നല്ല വീടുകളുണ്ട്. നാട്ടിൻപുറത്ത് ഇങ്ങനെയൊരു വീട്ടിൽ അമ്മ തനിച്ച് താമസിക്കുന്നത് അവർക്ക് ആർക്കും സമ്മതമല്ലായിരുന്നു. അവരെല്ലാവരും അമ്മ തങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചു. മാധവിയമ്മ പക്ഷേ ഒരേ വാശിയിലായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും ജീവിച്ചു മരിച്ചത് ഇവിടെയാ. എൻ്റെ ഭർത്താവും ഈ മണ്ണിൽ തന്നെയാണ് ഉറങ്ങുന്നത്. ഞാനിവിടെ നിന്നും എങ്ങോട്ടും വരുന്നില്ല. അവർ വരാന്തയിലിരുന്ന് ഉരുളൻ തൂണിനെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ വീടിൻ്റെ ഉള്ളം വല്ലാതെ കുളിരും. മാധവിയമ്മയെ വല്ലാത്ത സ്നേഹത്തോടെ വീട് നോക്കൂ. നേരം ഉച്ച കഴിഞ്ഞു. ഉച്ചച്ചൂടിൻ്റെ നിശബ്ദത അവിടെ മാകെ പരന്നു. മേടമാസത്തിലെ ചൂടിൻ്റെ പകൽ. എല്ലാ ജീവജാലങ്ങളും ഇത്തിരി ഒന്ന് വിശ്രമിക്കാൻ തണലിടങ്ങൾ തേടി. കുന്നിൻ്റെ അടിവാരത്തെ കൊയ്ത്തു കഴിഞ്ഞ പാടത്തു നിന്ന് വഴിതെറ്റിയെത്തിയ പ്രാവ് വീടിന് നേരെ പറന്നു വന്നു. പടിഞ്ഞാറേ മൂലയിലുള്ള പ്രാവിൻകൂടിന് നേർക്ക് താഴ്ന്നു പറന്ന് അത് അവിടെ മാകെ വട്ടം ചുറ്റി. പണ്ടെന്നോ പ്രാവിൻകൂട്ടിൽ പ്രാവുകൾ ഉണ്ടായിരുന്നപ്പോൾ അവരെ കാണാൻ വിരുന്നെത്തിയവരുടെ കൂടെ ഇവിടെ വന്നിട്ടുണ്ടായിരിക്കാം അത്. വീടിൻ്റെ മേൽക്കൂരയിൽ ഇത്തിരി നേരം ഇരുന്നിട്ട് പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അത് പാടത്തേക്ക് തന്നെ പറന്നുപോയി. വീട് പിന്നെയും തനിച്ചായി. മുറ്റത്തിൻ്റെ മൂലയിൽ നിൽക്കുന്ന പ്ലാവ് നിറയെ കായ്ച്ചു നിൽക്കുന്നു. തേൻവരിക്കയാണ്. അത് മാധവിയമ്മ നട്ടുപിടിപ്പിച്ചതാണ്. ഇന്നലെ ഒരു ചക്കപ്പഴം താഴെ വീണു. അത് പ്ലാവിൻ ചുവട്ടിൽ ചിതറിക്കിടക്കുന്നു. കുട്ടികൾ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. മാധവിയമ്മയും പെൺകുട്ടികളും കൂടി അടുക്കളയുടെ പിൻവരാന്തയിലിരുന്ന് ചക്ക മുറിച്ച് നന്നാക്കുന്നത് വീട് ഓർത്തു. ചക്കപ്പശ ദേഹത്ത് മുഴുവൻ പുരണ്ടിട്ട് കരയുന്ന ഉണ്ണിമോളെ ഓർത്തപ്പോൾ വീടിന് ചിരി വന്നു. വീടിൻ്റെ പടിഞ്ഞാറെ മുറ്റത്ത് ഒരു പറ്റം കരിയിലക്കിളികൾ പറന്നു വന്നിരുന്നു. അവരുടെ കലപിലയിൽ വീടൊരു നിമിഷം അലിഞ്ഞുപോയി. താഴെ പൊന്തക്കാട്ടിനിടയിൽ ഇതൊന്നും അറിയാതെ കയറി വന്ന ഒരു കീരി പ്ലാവിൻ ചുവട്ടിൽ വന്ന് മണപ്പിച്ചു നിന്നു. കീരിയെ കണ്ടു പേടിച്ച കിളികൾ ആകാശത്തേക്ക് ഒന്നിച്ചു പറന്നു. അന്തം വിട്ടുപോയ കീരി ശരം വിട്ടതുപോലെ വന്ന വഴിക്ക് തിരിച്ചോടി. കീരിയുടെ ഓട്ടം കണ്ട് വീട് ചിരിച്ചുപോയി. വടക്കേ മുറ്റത്തിന് മുകളിലെ കയ്യാലയിൽ ചാഞ്ഞു നിൽക്കുന്ന മാവ് ഇത്തവണയും കായ്ച്ചിട്ടില്ല. മാധവിയമ്മ മരിച്ചതിന് ശേഷം എന്താണോ അത് ഇതുവരെയും കായ്ച്ചിട്ടില്ല. അതിൻ്റെ താഴ്ന്ന ചില്ലയിലാണ് ഓണക്കാലത്ത് കുട്ടികൾ ഊഞ്ഞാല് കെട്ടിയിരുന്നത്. ഒരിക്കൽ ഉണ്ണിമോൾ ഊഞ്ഞാലിൽ നിന്ന് വീണ് കൈയൊടിഞ്ഞപ്പോൾ ആ കൊമ്പ് വെട്ടിക്കളയാൻ തീരുമാനിച്ചത് വീടോർത്തു. മാവ് വല്ലാതെ സങ്കടപ്പെട്ട് വേവലാതിയോടെ നിന്നു. അവസാനം
അമ്മ തീർപ്പ് കൽപ്പിച്ചു. നിറയെ കായ്ക്കുന്ന കമ്പ, അത് വെട്ടണ്ട, ഇനി അതേൽ ഊഞ്ഞാല് കെട്ടാതിരുന്നാൽ മതി. അത്തവണ അതിലെന്തുമാത്രം മാങ്ങ ഉണ്ടായി എന്ന് വീട് അതിശയിച്ചു. പുറകുവശത്തെ മൺകയ്യാലയിൽ നിന്ന് മണ്ണൂർന്നു വീഴുന്നു. അവിടെ ഒരു എലി കൂട് വച്ചിട്ടുണ്ട്. അവനെ പിടിക്കാൻ ഒരു മഞ്ഞച്ചേര കുറേ ദിവസങ്ങളായി മുറ്റത്തുകൂടി ചുറ്റി നടക്കണുണ്ട്. എങ്ങനെയെങ്കിലും എല്ലാവരും സമാധാനമായി കഴിഞ്ഞു പോകട്ടെ എന്ന് പറഞ്ഞു നോക്കിയതാണ്. ചേര സമ്മതിക്കണ്ടേ? മുകൾ വശത്തെ ഏതോ വീടിന്റെ പരിസരത്ത് താമസിക്കുന്ന ഒരു കാക്ക പ്ലാവിന്റെ ചില്ലയിൽ വന്നിരുന്ന് കരഞ്ഞു. ചക്ക പഴുത്തു കിടക്കുന്നത് കണ്ടു കാണും. ഇനിയിപ്പോൾ എല്ലാവരെയും വിളിച്ചു വരുത്തിക്കൊള്ളു. കുറെ ദിവസത്തേക്ക് പറമ്പിൽ അനക്കമുണ്ടാവും. പറമ്പിന്റെ തെക്കേ അതിരിലുള്ള തേക്കുമരത്തിൽ കൂടുവെച്ച് താമസിച്ചിരുന്ന കാക്കയാണ്. മാധവിയമ്മ മരിച്ചതോടെ അവരും തേക്കുമരത്തിൽ നിന്നും താമസം മാറ്റി. ഇപ്പോൾ ഇങ്ങോട്ട് വരാറേയില്ല. എല്ലാവരും എല്ലാം മറന്നു. വീട് നെടുവീർപ്പിട്ടു. മങ്ങാൻ തുടങ്ങുന്ന ഉച്ചവെയിലിനെ നോക്കി വീട് നെടുവീർപ്പിട്ടു. ഇടവഴിയിൽ നിന്ന് ആളുകളുടെ ശബ്ദം കേട്ട് വീട് ചിന്തയിൽ നിന്നുണർന്നു. 2 കൊച്ചുകുട്ടികൾ മുമ്പേ ഓടി വരുന്നു. ഒരു ചെറുപ്പക്കാരനും ഇത്തിരി മങ്ങിയ മുഖത്തോടെ ഒരു ചെറുപ്പക്കാരിയും അവർക്ക് പിറകെ. ഇന്നാളിൽ ഇവിടെ വന്നിട്ടുള്ള ആ ബ്രോക്കറും ഇടവഴിയിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങി. മുറ്റം നിറയെ കരിയില വീണ് മൂടിക്കിടക്കുന്നു. വീടിന് വല്ലായ്മ തോന്നി. ഒന്ന് വൃത്തിയാക്കാൻ പോലും ആരും വന്നില്ല. മുറ്റമെങ്കിലും ഒന്ന് തൂത്ത് വൃത്തിയാക്കി ഇട്ടിട്ട് മതിയായിരുന്നു വല്ലവരെയൊക്കെ വിളിച്ചു വരുത്താൻ. ആൺകുട്ടി കരിയില വാരി മുകളിലേക്ക് എറിഞ്ഞു. പെൺകുട്ടി കൈകൊട്ടി ചിരിച്ചുകൊണ്ട് തുള്ളിച്ചാടി. ബ്രോക്കർ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. വീട് ജാഗരൂകമായി. പെൺകുട്ടി അതിരിൽ നിറയെ പൂത്തു നിൽക്കുന്ന കോളാമ്പിച്ചെടിയിലേക്ക് വിരൽ ചൂണ്ടി ചേട്ടനോട് എന്തോ പറയാനൊരുങ്ങി. പിന്നെ അവൾ നോക്കുന്നിടത്തെല്ലാം പൂക്കളാണെന്ന് കണ്ട് അത്ഭുതപ്പെട്ടു. ആകാംക്ഷയോടെ അവർ പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ചു. നിങ്ങൾ പറഞ്ഞാൽ മതി വിലയുടെ കാര്യം, ബ്രോക്കർ പറയുന്നു. അവർക്കിതിങ്ങനെ ഇവിടെ കിടന്നിട്ട് ഒരു ഗുണവുമില്ല. മൊത്തം 30 സെന്റും വീടും. ഓ, വീടെന്നൊന്നും പറയാതെ, ചെറുപ്പക്കാരി മുഖം ചൊളിച്ചു. അതിന് ഇവിടെ താമസിക്കാൻ കൊള്ളാമോ? ഒക്കെ നാശമായി കിടക്കുന്നു. വീടിന് വിഷമം തോന്നി. ആരും താമസിക്കാനില്ലാതെ, തൂത്തുവാരാതെ, വിളക്ക് കൊളുത്താതെ കിടക്കുന്നത് കൊണ്ടല്ലേ? വീട് പരിഭവിച്ചു. കുട്ടികൾ മുറ്റത്തു നിന്നും ഓടി മുറികളിലൂടെ കയറി ഇറങ്ങി കളിച്ചു. പിൻവരാന്തയിൽ ഇറങ്ങി അവിടെ കിടന്ന കരിയിലകൾ കാലുകൊണ്ട് തെറിപ്പിച്ച് രസിച്ചു. അവർക്ക് വീട് നന്നായി ഇഷ്ടപ്പെട്ടു. വീടിന്റെ പുറകിലെ കയ്യാലയിൽ നിന്ന് മണ്ണ് ഊർന്നു വീഴുന്നത് കണ്ട് കുട്ടികൾ അത്ഭുതപ്പെട്ടു. ആരാണ് മണ്ണൊഴുക്കി വിടുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല. പെൺകുട്ടി ഒരു കമ്പെടുത്ത് കയ്യാലപ്പൊത്തിൽ കുത്താൻ ഓങ്ങിയപ്പോൾ ചേട്ടൻ പേടിയോടെ വിലക്കി. വേണ്ട മോളെ, ചിലപ്പോൾ വല്ല പാമ്പും ആയിരിക്കും അതിനകത്ത്. അവളും ഒരു ചുവട് പുറകോട്ട് മാറി. കുറച്ചു നേരം കൂടി മണ്ണ് വീഴുന്നത് നോക്കി നിന്നിട്ട് അവർ മുൻവശത്തേക്ക് ഓടി. അകത്തുനിന്ന് അച്ഛൻ്റെയും അമ്മയുടെയും സംസാരം കേൾക്കാം. വീട് അത് ശ്രദ്ധിച്ചു. വറ്റാത്ത വെള്ളമുള്ള കിണറാ, ഇത്രയും മേളിലായിട്ടും, ബ്രോക്കർ പറയുന്നു. നിങ്ങളിത് വാങ്ങിക്കണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല. എന്നാലും നല്ല വീടാണ്, നല്ല ആളുകളും. ഇവിടെ താമസിച്ചിരുന്ന കുടുംബം അത്രയ്ക്ക് നല്ലവരായിരുന്നു. അതിൻ്റെ ഐശ്വര്യം എന്തായാലും ഉണ്ട്. ബ്രോക്കറുടെ സ്വരം താണു. വീടിൻ്റെ മനസ്സ് നിറഞ്ഞു. ശരിയാണ്, ഇവിടെ ഒന്നും ഇല്ല എന്ന് ആരും പറയുന്നത് വീട് കേട്ടിട്ടില്ല. മാധവിയമ്മയുടെ അച്ഛൻ ഇത് പണിയിപ്പിച്ച് വന്നു കയറിയത് തന്നെ ഐശ്വര്യത്തിലേക്കായിരുന്നു. അദ്ദേഹത്തിൻ്റെ 5 മക്കളും ഇവിടെ ജനിച്ചു വളർന്ന് നല്ല നിലയിൽ തന്നെ ജീവിച്ചു. മാധവിയമ്മയുടെയും ഭർത്താവിൻ്റെയും മക്കളുടെയും ജീവിതത്തിലെ സന്തോഷം കണ്ട് വീടിന് പോലും ചില നേരങ്ങളിൽ കൊതി തോന്നുമായിരുന്നു. ചേട്ടനും അനിയത്തിയും മുൻവശത്തെ മുറ്റത്തിൻ്റെ അതിരിൽ ചെന്നു നിന്നു. പെൺകുട്ടി അകലെ ആകാശത്തിലേക്ക് വിരൽ ചൂണ്ടി. നോക്ക് ചേട്ടാ, എന്തുമാത്രം ആകാശമാ! ഇത് മുഴുവൻ എനിക്കാ. അവൾ ആവേശത്തോടെ കൈകൾ വീശി. ആകാശത്ത് അവിടെയായി തിളങ്ങി നിൽക്കുന്ന പഞ്ഞിക്കെട്ടുകളെ നോക്കി അവൾ പറഞ്ഞു, ദാ ആ കാണുന്നത് മുഴുവൻ എൻ്റെയാ. അങ്ങകലെ നിരന്നു നിൽക്കുന്ന പാടങ്ങളും അതിൽ പൊട്ടുപോലെ കാണുന്ന ആളുകളും പലതരം പക്ഷികളും. അവനും
ആ കാഴ്ച കണ്ട് അത്ഭുതപ്പെട്ടു. അച്ഛനും അമ്മയും ബ്രോക്കറും കൂടി സംസാരിക്കുകയാണ്. അച്ഛൻ വരാന്തയിൽ താഴേക്ക് കാലും തൂക്കി ഇത്തിരി മുന്നോട്ടണിഞ്ഞിരുന്നു. അമ്മ ഉരുളൻ തൂണിൽ മുഖം ചേർത്തിരിക്കുന്നു. അമ്മയുടെ മുഖത്ത് പഴയ ഇഷ്ടക്കേടില്ല, എങ്കിലും തീരെ അങ്ങ് തൃപ്തിയായ മട്ടില്ല. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ എന്തോരം നടന്നാലാ, അവൾ ആവലാതിപ്പെട്ടു. അതുമാത്രാണോ, ഒരു വണ്ടി വാങ്ങിയാൽ എവിടെ കൊണ്ടിടും? അതൊക്കെ ആലോചിക്കാം, നീ ഒന്ന് സമാധാനിക്കേ, അച്ഛൻ പതുക്കെ പറഞ്ഞു. സ്കൂള് താ. ബ്രോക്കർ ഇടയ്ക്ക് കയറി. കൃഷ്ണന്റെ അമ്പലത്തിന്റെ അവിടെ നിന്ന് ഒരു വളവ് തിരിഞ്ഞാൽ മതി. അയാൾക്ക് കച്ചവടം എങ്ങനെയെങ്കിലും ഉറപ്പിക്കണമെന്നുണ്ടായിരുന്നു. പെൺകുട്ടി വീണ്ടും മുറ്റത്തിന്റെ അരികിൽ ചെന്ന് നിന്നു. അവൾ അതിശയത്തോടെ ദൂരേക്ക് വീണ്ടും വീണ്ടും നോക്കി. എത്രമാത്രം ആകാശമാ, ഇത് മുഴുവൻ എന്റെയാ. അവൾ പെറുപെറുത്തു. വീടിന് അവളോട് വല്ലാത്ത വാത്സല്യം തോന്നി. അവളുടെ പാദസരങ്ങൾ തൻ്റെ അകത്തളങ്ങളിൽ കിലുങ്ങണമെന്ന് വീട് വല്ലാതെ ആശിച്ചു. ആൺകുട്ടി പൂത്തു നിൽക്കുന്ന ചെടികളിൽ മെല്ലെ തലോടി. കണ്ണാന്തളി മുതൽ കാട്ടുമുല്ല വരെ എന്തെല്ലാം പൂക്കളാണ് മുറ്റത്തും പറമ്പിലുമായി വിടർന്നു നിൽക്കുന്നത്. അവർ ആശയോടെ അച്ഛനെയും അമ്മയെയും നോക്കി. പട്ടണത്തിലെ ആ ഇരുണ്ട മുറിയിൽ നിന്ന് വിട്ടുപോരാൻ അവർ ഒത്തിരി കൊതിച്ചു. അവിടെ അവർക്ക് ആകാശമേ ഇല്ലായിരുന്നു. ഒരു പൂവ് പോലും അവൾക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. മണ്ണുവാരി കളിക്കാൻ അവർക്ക് മുറ്റമേ ഇല്ലായിരുന്നു. വീടിന് അതെല്ലാം മനസ്സിലായി. അച്ഛൻ ധൃതിയിൽ വാച്ചിലേക്ക് നോക്കി. എന്നിട്ട് ബ്രോക്കറോട് പറഞ്ഞു, ഞങ്ങൾ എന്തായാലും ഒന്നുകൂടി ആലോചിക്കട്ടെ, എന്നിട്ട് വിളിക്കാം. അമ്മയും ആലോചനയോടെ സാവധാനം എണീറ്റു. വീട് പ്രതീക്ഷയോടെ എല്ലാവരെയും നോക്കി. പെൺകുട്ടി വരാന്തയിലെ ഉരുളൻ തൂണിൽ കവിൾ ചേർത്തു. എന്നിട്ട് പതുക്കെ പറഞ്ഞു, പോയിട്ട് വരാവേ. വീടിൻ്റെ ഉള്ളിൽ ഒരു തേങ്ങൽ വന്നു മുട്ടി. ആൺകുട്ടി മുറ്റത്തെ കണ്ണാന്തളിയിലൊന്ന് തലോടി. പോയിട്ട് വരാവേ. ഓ, പൂവിനും വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. അവർ മുറ്റത്തു നിന്ന് ഇടവഴിയിലേക്ക് കയറുന്നത് വീട് നോക്കി നിന്നു. രാത്രി വന്നതും പോയതും പിന്നെയും വന്നതും വീട് അറിഞ്ഞതേയില്ല. വീട് ഇടവഴിയിലേക്ക് തന്നെ നോക്കി നിന്നു. പുതുമഴ പെയ്തു തുടങ്ങിയതോടെ മുറ്റത്തിനരികിൽ മടിച്ചു നിന്നിരുന്ന കാട്ടുപുല്ലുകൾ അടുത്തേക്ക് പതുക്കെ നടന്നു വന്നു. മഴ പെയ്തു നനഞ്ഞ മൺകയ്യാലയിലെ പോത്തിൽ നിന്നും ഇറങ്ങി വന്ന എലിയെ ചേര പിടിച്ചു തിന്നുന്നത് കണ്ടിട്ടും വീടൊന്നും മിണ്ടിയില്ല. വടക്കുവശത്തെ ചാർത്തിന്റെ ഭിത്തിയിൽ കൂടി ഒരു പറ്റം ചിതലുകൾ മുകളിലേക്ക് കയറിപ്പോകുന്ന കാര്യം വന്നു പറഞ്ഞ പല്ലിയെ വീട് വഴക്കു പറഞ്ഞു. അവർ പിന്നെ എവിടെ പോകാനാ? ഇടവപ്പാതിയിലെ കാറ്റിൻ മാവിൻ്റെ ചാഞ്ഞു നിന്ന ശിഖരം ഒടിഞ്ഞു വീണതും തെക്കുവശത്തു നിന്ന വലിയ തേക്കുമരം കടപുഴകി വീണതുമൊന്നും വീട് ശ്രദ്ധിച്ചില്ല. വീട് അപ്പോഴും ആ കുഞ്ഞു പാദസരത്തിൻ്റെ കിലുക്കത്തിന് കാതോർത്തുകൊണ്ട് ഇടവഴിയിലേക്ക് നോക്കി നിന്നു.